ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ട് ആക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിം തെറാപ്പീസിന്റെ വീഡിയോ ആണ്. സോ നമുക്ക് റിയാക്ട് ആക്കാൻ തുടങ്ങാം. ഒരു മിനിറ്റ്, നമ്മളിപ്പോഴാണ് നമുക്ക് അക്ഷയ് കസേരന്റെ വീഡിയോ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. നമുക്കിപ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് 5 ആയിട്ടേ ഉള്ളൂ. നമ്മള് ഇപ്പൊ വീഡിയോ ഇടുന്നുണ്ട്. ഒരു വീഡിയോ നമുക്ക് ഇനി ഇടണം. നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യാ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം തെറാപ്പീസിന്റെ പുതിയ വീഡിയോ റിയാക്ട് ആക്കാം. നമുക്ക് റിയാക്ട് ആക്കാം. ജയിക്കാൻ പറ്റുമോ നോക്ക്. അങ്ങനെ ജയിച്ചാ മതി. അങ്ങനെ മതി, അല്ലാണ്ട് ജയിക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട്. ഈ ഗെയിം ശരിക്കും ടീമിന്റെ ഗെയിമാ. ഗാർഡായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എന്താ ചെയ്യണമെന്ന്. എല്ലാവരും ഒരു ഫോളോ എന്റെ പൊന്നോ. സോ കഴിഞ്ഞ വീഡിയോയില് ഗെയിം തെറാപ്പീസ് 2 പാർട്ട് ഇട്ടായിരുന്നു. അതിലാണെങ്കിൽ ഇത് അവര് പ്ലേയേഴ്സ് ആയിരുന്നു. ജെറി ആയിട്ടും ഒരു ഇതില് ഗാർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ഗെയിം തെറാപ്പീസ് ആണ് ഇതില് ഗാർഡ്. നമുക്കിനി ബാക്കി റിയാക്ട് ആക്കാം. ഇത് ചുമ്മാ നിങ്ങളെ മോളിലേക്ക് നോക്കി വെടി വെച്ചാൽ മതിയില്ലേ? സ്റ്റോപ്പാവണവരെ ഓടോടോടോട് കൊന്നു. ഓ കില്ലിയുടെ 15 പോയിന്റ്. നിങ്ങൾ ആരെയൊക്കെ മൂവി. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല റോക്കറ്റ്. പൈസ കിട്ടും. പെട്ടിയിലേക്ക് പൈസ കിട്ടില്ലേ? അതെ, ആളെ വെക്കാൻ നോക്കും നിങ്ങള്. അവന്റെ മാനിയനൊന്നാവല്ലേ റാൻഡമേ. ചാൻസ് കിട്ടിയാൽ നമ്മൾ അങ്ങനെ എടാ നമ്മള് പ്ലേയേഴ്സാ. ഗാർഡിനെ സഹായിക്കണ്ട. അവൻ വേണമെങ്കിൽ അത് അറിയിക്കോട്ടെ. അതെന്റെ വിട്ടല്ല. ഞാൻ കുറച്ച് പെട്ടിയിലേക്ക് ഞങ്ങക്ക് 130 കിട്ടി. ക്യാഷ് പ്രൈസ് 130 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. കിട്ടിയില്ലല്ലോ. നീ എന്ത് തേങ്ങയാണ് ഇപ്പൊ? എല്ലാവരും റെഡിയാകാം. വേഗം ചൂസ് നിങ്ങള്. ഗ്ലാസ് മേക്കറിന്റെ എവിടെ നിൽക്കണൂട്ടോ. ഗ്ലാസ് മേക്കർ ചാവാണ്ട് നോക്കണം. നീ അവനെ കൊല്ലല്ലേ കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ അപ്പൊ ഞങ്ങക്ക്? എനിക്കേതാ ഗ്ലാസ് മേക്കർ. അയ്യോ എനിക്ക് അമ്പറല്ലയാടാ. എവിടെയാ? ഞാൻ അമ്പറല്ല നക്കിക്കൊണ്ടിരിക്കുക. വേണ്ടതിനെ കുറച്ച് ഓടിച്ചു കൊല്ലോ. കഴിഞ്ഞ അതല്ലേ എന്നോട് ജസ്റ്റ് ഒന്ന് പൊട്ടിയായിരുന്നു എന്റെ അമ്മോ. ചെറിയ മറ്റവനാട്ടാ. ചെറിയ മറ്റേ പയ്യനാ ഏറ്റവും കൂടുതൽ. എന്ത് ഷൂട്ടാ? ഇതിന്റെ പ്ലെയിനാ ഷൂട്ട് എടുത്തയാളെ. എന്ത് ചീഞ്ഞ കോമഡിയാണ്. കൊള്ളൂല്ലേ ഇവിടെ അമ്പറല്ല. പൊട്ടണേ അവന്റെ പൊട്ടി. ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും.
എടാ എത്ര പേരാണ് ജെനിയുടെ ചുറ്റും നിൽക്കുന്നത്? എടാ ജെനി കുത്തി കുത്തി കളിക്കുന്നതാ. സോറി ജെനി. ജെനിനെ പെട്ടിയിലാക്കി. ജെനീനെ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ജെനി പെട്ടിയിൽ പോയി. കഴിഞ്ഞില്ലേ? ഓക്കെ. ആ ജെനി 9 പ്ലേയേഴ്സ്. എന്റെ അമ്മോ $230. നമ്മളാരെങ്കിലും ചത്തോ? ഇല്ല. അടിപൊളി അടിപൊളി. ഗൂഢം ജെങ്കിയില്ലേ? ജാവോ ജാവോ. അടുത്ത ഏതായിരുന്നു ഗെയിം? സോ നന്നായിട്ട് ഇവര് കളിക്കുന്നുണ്ട്. സോ ഗെയിം തെറാപ്പീസിന്റെ റോളും നന്നായിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ എന്തെങ്കിലും റിയാക്ട് ആക്കണമെങ്കിൽ ഇതാക്കാം. നമുക്ക് തിരിച്ചു വീണ്ടും റിയാക്ട് ആക്കാം. ഞാൻ ഇടിയ പറഞ്ഞുതരാം. നിങ്ങളെ ഏറ്റവും ടോപ്പില് എന്റെ തൊട്ടടിയിലൊക്കെ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരുന്നാ മതി. ആരും കൊല്ലില്ല. കട്ടിലിന്റെ അടിയിലേക്കുന്ന അല്ലല്ല ഏറ്റവും മുകളിൽ വരിക. എന്നിട്ട് അതിന്റെ അടിയിൽ ഒളിച്ചിരിക്കുക. എടേ ചൂടെണ്ണ എന്നെ കണ്ടിട്ടൊക്കെ പേടിച്ചോടുന്നു. ഇങ്ങനെ പേടിക്കലടാ. ചൂടെണ്ണ സേഫായിട്ടിരിക്കായിരുന്നു. എന്നെ കണ്ടപ്പോ ഓടി. സോ അങ്ങനെ അടുത്ത ഗെയിമും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും നന്നായിട്ട് ഗെയിം തെറാപ്പിസ്റ്റിന്റെ ട്രിക്ക് അവരുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ആണെങ്കിലാണ് ഗെയിം തെറാപ്പിസ്റ്റ് ഇപ്പോ നന്നായിട്ട് അവർക്ക് ആ ടിപ്സ് പറഞ്ഞത്. അതുകൊണ്ട് അവര് അങ്ങനെ ചത്തിട്ടൊന്നും ഇല്ല തോന്നുന്നു അല്ലേ. 4 പ്ലേയേഴ്സ് എലിമിനേറ്റ് ആയിട്ടുള്ളൂ. ഇവനുള്ളതില്ലാത്ത ഒരുപോലെ ഇത് കുറച്ച് ഇതാണ്. ഇതിൽ ഗെയിം തെറാപ്പിസ്റ്റ് ആദ്യം കളിച്ചിട്ടാകുമ്പോ ഒരാൾ വന്നു പോയിട്ടുണ്ടായിരുന്നു. 3 ആളില് 4 ആളായി. അങ്ങനെ അവര് ആദ്യത്തെ മനസ്സിലെത്തു. ഇതിൽ നമുക്ക് ഗെയിം തെറാപ്പീസിന് അങ്ങനെ ഒളിക്കൊന്നൊന്നുമില്ല. ഗെയിം തെറാപ്പീസിന് ഫുള്ള് ഷൂട്ട്. ഒന്നിനൊക്കെ 2 ആൾ കയറിയിട്ടുള്ളൂ. അടൂടണല്ല ഇവിടെ നേരത്തെ കയറി നിൽക്കണു. ഒന്നിന് ലോക്ക് ചെയ്ത് തോന്നുന്നതാ. 2 പേരെ കേട്ടാ പൂട്ടിയിട്ടാ. ഒന്നിന് ലോക്ക് ചെയ്ത് പൊട്ടന്മാരെ കാര്യം തിന്നി മുഴുവൻ. ഇവ പൊട്ടനായി ഓടി നടക്കുന്നത്. എന്നെ കൊല്ലല്ലേ, ഞാൻ ഓടിക്കോളാം. ഇപ്പൊ നീ പെട്ടിയിലാക്കിയല്ലേ അവൻ പൊട്ടനാണ്. മറ്റോണ്ടാ ആദ്യത്തിന്റെ കൂടെ കയറി ഇറങ്ങി വേറെ റൂമിൽ കയറി. എന്നിട്ട് പിന്നെ അവന്റെ കൂടെ കയറി പൊട്ടന്മാര്. ഞാൻ നെക്സ്റ്റ് ഏതായിരിക്കും? 3 അല്ല 4. എനിക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റുമോ? കൊള്ളാലോ. എനിക്ക് ഇതിന്റെ ഉള്ളിൽ കയറി നിങ്ങളെ ലോക്ക് ചെയ്യാൻ നോക്കട്ടെ. അത് കൊള്ളാലോ. അപ്പൊ 5 ആവോ? ലോക്ക് മാറ്റില്ലേ? ഞാൻ ഏതൊരു പെട്ടിന്റെ ഉള്ളിൽ കയറിയിരുന്ന് ലോക്ക് ചെയ്യണേ. 2 പേരുണ്ട്. 1 3 പേരുണ്ടെന്നൊന്ന്. 3 പേര്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മഹേനെ കൊന്നു. അങ്ങനെ രക്ഷപ്പെടാൻ മോനെ നമ്മളൊക്കെ എന്തിനാ ഒരു കൂടല്ല എന്നെ കൊണ്ട്. പക്ഷെ ഇതിന് പ്രശ്നമുണ്ട്. നിങ്ങൾ കയറി ലോക്ക് ചെയ്തിട്ടില്ലേ പിന്നെ ഒരു കാര്യമില്ല. നിങ്ങളെ നോട്ടെ ലോക്ക് ചെയ്ത് ഒരുമിച്ചാ നിങ്ങൾ രണ്ടാമത് നിങ്ങൾക്ക് 2 പേരില്ല. ഇവിടെ 5 ആള്. ഇവിടെ 5 ആളുണ്ട്. ഇവിടേക്ക് അങ്ങോട്ട് വന്നൂടെ? ഇവിടെ 7 ആള്. എല്ലാരും കുടിച്ചല്ലോടാ നിങ്ങള്. ചെയ്യാൻ പറ്റുമോ?
ഇതെന്ത് പൊട്ടന്മാരാ നിങ്ങള് എല്ലാം ഇതിന്റെ അകത്ത്. അങ്ങനെയല്ല, അവിടെ ഇഷ്ടം പോലെ പെറ്റികൾ ലാഭമായിട്ടുണ്ടായിരുന്നു. അല്ലമ്മേ, അവിടെ 6ഉം ഇപ്പുറത്ത് ഇവന്മാർ 2 പേരും കൂടെ അങ്ങോട്ട് കയറി അവിടെ 8 പേരായി. അത് ശരിയാ. ആ മുറിനകത്ത് 8 പേരുണ്ടായിരുന്നാ. റൂമില് എല്ലാവരും 8 പേര് വെച്ചു, കൂട്ടിട്ട് പേര് വെച്ചു. അല്ല, അത് ക്യാൻസർ കൊടുക്കണോടാ. ഗാർഡിന്റെ കളിയുണ്ടോ നിങ്ങള്? മാർബിൾ ആരെങ്കിലും കൂടെ നിൽക്കുക, എന്നിട്ട് നിന്റെ കയ്യില് മാർബിള് മറ്റത് മനസ്സിലായാ? നിന്റെ കയ്യിലുള്ള മാർബിള് മൊത്തം ഇരിക്കണം. എന്ത് കളിയാ? എന്ത് കളിയാ? ഇതന്നെയാ കളി. അല്ല, പല പല ഗെയിമുകൾ എടുക്കാൻ പറ്റൂടാ? ഇല്ലില്ല, എല്ലാവരും ഒരേ കളി തന്നെ കളിക്കണത്. ഒരു കളിയാണോ? ശരിക്കും എന്താ കാണിക്കണം? ഓപ്ഷൻ പറ. ഈ MS ധോണിനെ കൊല്ലി, MS ധോണി തല 7 മാറി. അതാണ് MS ധോണി തല 7 മാറി. അവന് കളി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവന്റെ മാർബിളെല്ലാം പുറത്തേക്ക് അടിച്ചു. ഈ പൊട്ടനെ ജയിപ്പിക്കാം. രക്ഷപ്പെട്ടി ഇവനെ ഒന്നെങ്കിൽ കിട്ടും. ഇവനെങ്കിൽ വല്ലാതെ അങ്ങനെ ക്ലീനപ്പ് ആക്കാൻ നോക്കലടാ. ഞാനും ഉണ്ടല്ലോ ഇവന്റെ ക്ലീനപ്പ് ഒക്കെ എടുത്തോണ്ട് പൈസ വെച്ച്. നീയാണോ ചേച്ചി? ഇതാണ് ഞാൻ. പുറത്തു പോണല്ലോ ജയിച്ചു. അപ്പൊ ഇവൻ 6 നോട്ട് ഓക്കെ ശരി. എടാ 96 കളിക്കാൻ അറിയത്തില്ല. അവൻ ഷൂട്ട് ചെയ്യുന്നില്ലായിരുന്നു. വായ മറ്റേക്കാട് ഓടി വന്നടാ. ഓടി വന്ന് അവൻ അപ്പുറത്തോളം പട്ടി. ഞാൻ കഴിഞ്ഞ പോണ്ടേടാ. ഗാഡിയുടെ തമ്മിലുള്ള മത്സര 4 പേര് ബാക്കി. ക്ലാസ് അല്ലേ ഇത് വെക്കാറേ? നിങ്ങള് ക്ലാസ് എങ്ങനെ ഫിനിഷ് ആക്കും? കണ്ടിന്യൂ അടിച്ചാലും കണ്ടാ കഴിയുന്നു. കണ്ടിന്യൂ അങ്ങനെ പൈസ കൊണ്ട് പോണ്ടാ. അല്ല, 2ഉം 1ഉം ആയിരുന്നു. ഞാൻ തനിക്ക് എത്ര 400 പോയിന്റായി. ഞാൻ കാടായോണ്ട് 500 പോയിന്റായി. എല്ലാരും തൊല്ലട്ടെ. ഇവിടെ എന്റെ കൂടെയുള്ള കാടിന് 2000 പോയിന്റ്. 2000 അവൻ ഓടിയാണെന്ന് വലുതായിരുന്നു. ഇതേതൊക്കെ അവര് ആവശ്യത്തോട്ടെ ഞാനില്ല. ഞാൻ ഇവിടെ നിൽക്കാൻ പോയി. സിനിമയിൽ എങ്ങനെയാണ്? പച്ചയാണ്. കുറച്ചാൾക്കാരല്ലേ ഇത് ക്ലാസിന്റെ മോന്ന് വീണ എങ്ങനെ ഞങ്ങക്ക് കൊല്ലാൻ പറ്റൂലേ? താഴത്തോട്ട് വീടിന്റെ വായിലോട്ട് 2 ഗാർഡും കൂടെ മത്സരമുണ്ട്. ഈ ഗാർഡിനെ പറ്റിച്ച് വേറെ തിരി കൊണ്ടുപോകണല്ലോ. ഞാൻ അരങ്ങുന്നൊരു കാര്യമില്ല. പോടാ അങ്ങോട്ട്. ഗ്രീൻ ലൈറ്റിലോട്ട് നിങ്ങള് വീട് ചത്ത് ടൈം കഴിഞ്ഞേ. എടാ എല്ലാരും ചാവും. ഇനി നേരെ ഫ്രണ്ട് പറഞ്ഞു അവൻ. ഇനി ഞാൻ ചാടില്ല. നിനക്ക് വേണമെങ്കിൽ നീ കളിക്കും. ഞാനില്ല. ഇതാരാ? അവൻ റോബോട്ട് വെച്ചിട്ട് അവൻ തിരിച്ച് വൈകിട്ട് വന്നടാ. എടാ അവൻ പൈസ തിരിച്ചു വന്നടാ. അതെ പൈസ കൊടുത്ത് എറിച്ചിട്ട് കയറി. ഇല്ല നീ എന്തൊരു ടെസ്റ്റുകൾ ഗോ ഇല്ല. വീട്ടിൽ കയറി റോബ്ലോക്സ് കൊടുത്ത് പോയി. ഇനി ഒറ്റയ്ക്ക് ചാവാം. ഇനി എവിടെ പോകും? അവിടെ വരുന്ന കേട്ടോ ചവന്തി. കിടക്കണേക്കാൾ നല്ലത് ഗെയിം എന്തായിട്ടുള്ള പൈസ കൊണ്ടും. സോ ഗൈസ്, അപ്പൊ ഈ ഒരു വീഡിയോ ഇവര് കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഗെയിം ആണെങ്കിൽ എന്തായിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിച്ച് ബെല്ലൈക്കൺ അമർത്തിയാലേ ന്യൂ വീഡിയോ വരുന്നതായിട്ട് അറിയൂ. 50 സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും റെഡിയും കോഡ് തരുന്നതായിരിക്കും. 50 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാക്കുക. എന്നിട്ട് നമുക്ക് ലൈവിലൂടെ റെഡിയും കോഡ് കൊടുക്കാം. അല്ലാതെ റെഡിയും കോഡ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കിട്ടും. പക്ഷെ ഞാൻ ഇൻസ്റ്റഗ്രാം എന്റെ ഇല്ല. ഞാനത് അൺഇൻസ്റ്റാൾ ആക്കി. എന്റെ പാസ്വേഡ് കിട്ടുന്നവരെ ഞാനത് ആയിരിക്കും. അതിന്റെ പാസ്വേഡ് മറന്നു. അതുകൊണ്ട് തന്നെ നമ്മള് പുതിയ അക്കൗണ്ട് എന്നതായത് നമ്മുടെ ആ ഒരു അക്കൗണ്ട് തന്നെയാണ് നമ്മുടെ TGK എന്നുള്ളില്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. നമ്മൾ ഫ്രീ ഫയർ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നു. കമന്റ് ചെയ്യുക.